ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഫസ്റ്റത്തെ വീഡിയോ ആണ്, ഫസ്റ്റത്തെ വ്ളോഗാണ്. വ്ളോഗാണ്. ഇപ്പോൾ ക്യാമറ മെയിൻറ്റെയിൻ ചെയ്യണം ഞാനാണ്, വേറെ ആരുമില്ല, ഞാനാണ്. കിച്ചു ആണ്, യഥാർത്ഥ പേര് ആഷിനസ്. സ്റ്റഡി ഇൻ 9th. നമ്മുടെ പ്രകൃതിയൊക്കെയാണ് ഇവിടെ കുറേ വെള്ളമൊക്കെ ഉണ്ട്, ചാടിയാൽ നനയും. പറയാനൊന്നുമില്ല, അവിടെ വെള്ളമാണെന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. ഗൈസ് നോക്കൂ ഗൈസ്, ചീര മുളച്ച് വരുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറിഞ്ഞ നമ്മളെ നീയുടെ ഇപ്പോൾ സ്വന്തം ക്യാമറമാനാണ് ഞാൻ. ഒരു ഫോട്ടോ എടുക്കണം. ഇവിടെ ഫുള്ള് ചീരാസാണ് ഗൈസ്. തിരിച്ചു വരുമ്പോ ഫോട്ടോ എടുക്കാം. ഇത് നല്ല രസമുണ്ട്. അപ്പോൾ നല്ല തിരിച്ചു വരുമ്പോ ഫോട്ടോ എടുക്കാം. ചിലപ്പോൾ അതുവഴി ആയിരിക്കും ചിലപ്പോൾ പോകണം. അതുവഴി പോകണ്ട, ഇതുവഴി തന്നെ വരാൻ പറ്റും. ഉമ്മച്ചി വായോ എന്നൊക്കെ പറയുന്നത് കൊള്ളാം. അല്ല, നല്ല രസമുണ്ട്. ഇങ്ങനെ ഇവിടെ നമ്മളിപ്പോ ഉള്ളത് പുഞ്ചക്കരി ഫുള്ള് ചെളി കായലിലാണ്. പുഞ്ചക്കരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കായലിലാണ് അവിടെയാണ് ഇപ്പൊ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ആ ഇറക്കിറങ്ങിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട്. ഇവിടെ ഫുൾ വ്യൂസും സൺസെറ്റും ഫുള്ള് വൈബാണ് ഗൈസ്. ഇത് പാപ്പച്ചി എങ്ങോട്ടോ പോയിട്ടുണ്ട്, അതിന്റെ പുറകെ സാപ്പച്ചി. ഗൈസ്, അപ്പോൾ ഇവിടെ ചീര കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ചീര കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഫുള്ള് ചീര കൃഷികളാണ് ഇവിടെ ഫുള്ള്. അപ്പോൾ ഇവിടെ ചീര ഒരു കിടിലം ഒരു നാട്ടിൻപുറം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്. നല്ല നാട്ടിൻപുറമാണ്, നല്ല സൺസെറ്റാണ്. രക്ഷയില്ലാത്ത ഒരു മാമ അവിടെ ചീര പറിക്കുന്നുണ്ട്. ചീര കൃഷി ചെയ്യണ ഒരു മാമൻ ചീര പറിച്ചിട്ട് ഇവിടെ ആൾക്കാർക്കൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മളെ ഏറ്റവും ഫ്രണ്ടിലോട്ടാണ് പോയിരിക്കുന്നത്. ഉമ്മച്ചിയൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യണത് നമ്മളെ പുതിയ ഫോണിലാണ് കേട്ടോ. ഫുള്ള് ഫോട്ടോസ് ഇന്നലെ വാങ്ങിച്ചിട്ടുള്ളൂ. ചീസ് ആൻഡ് ഓൾ അഗ്രികൾച്ചർ ഫെർട്ടിലൈസേഷൻ. നീ എവിടെ നിൽപ്പുണ്ട്? നമ്മളെ സ്വന്തം നീ എവിടെ നിൽപ്പുണ്ട്? നമ്മളെ മാമത ചീര പറിച്ചിട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട്. പറയുന്നതനുസരിച്ചാണെന്ന് തോന്നുന്നു എടുത്തു കൊടുക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഫുള്ള് ക്രൗഡാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഫുൾ ക്രൗഡാണ്. ഉമ്മച്ചി നീയൊക്കെ അവിടെ നിൽപ്പുണ്ട്. നീയെ വേറെ ഫോണിലാണ് ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. നമ്മളെ സ്വന്തം വാപ്പച്ചിയുടെ ഫോണിലാണ് ഇപ്പോൾ നീ വ്ളോഗ് എടുക്കുന്നത്. നീ ഒരു ഹായ് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ കുറേ നേരം നിന്ന് ഇവിടെ ഫുള്ള് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലത്തേക്ക് വേണ്ടി ഇച്ചിരി പിക്സൊക്കെ എടുത്തു. പിന്നെ ഇത് നമ്മൾ മാക്സിമം ചെറിയ വീഡിയോ വെക്കാനാണ് പ്ലാന്. എങ്ങനെയായിരിക്കുമെന്നൊന്നും അറിയത്തില്ല. മാക്സിമം ഇത് എഡിറ്റ് ചെയ്ത് ഒന്ന് ചെറിയ വീഡിയോ ആയിരിക്കും. നല്ല ഭംഗി നിങ്ങളൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ കാണിക്കുക. വരും ദിവസങ്ങളിൽ കുറേ ചലഞ്ച് വീഡിയോസൊക്കെ ആക്കാനാണ് ഞങ്ങളെ പ്ലാൻ. ചലഞ്ച് അങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇനിയും വ്ളോഗൊക്കെ ഇടുന്നതായിരിക്കും. വ്ളോഗൊക്കെ വരുന്നതായിരിക്കും. ഇനി വഴിയെ ഫുള്ള് വ്ളോഗ്സൊക്കെ വരുന്നതായിരിക്കും. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ച. ഓക്കെ, അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇപ്പോൾ ഇച്ചിരി തിരക്കാണ്. ഇച്ചിരി വെക്കേഷൻ്റെ ക്യാമ്പ് ഫുട്ബോളൊക്കെ ആയിട്ട് ഫുൾ തിരക്കാണ്. ഷൂട്ടിങ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ പഠിച്ചിട്ട് സിനിമ എടുക്കാനൊക്കെയാണ് പ്ലാന്. ഷൂട്ടിംഗ് അല്ല, ഗൺ ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നുണ്ട്. മൈക്ക് നമ്മളിപ്പോൾ ഒന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പം ആമസോണിലൊക്കെ നോക്കി നടക്കുന്നുണ്ട്. 40,000 അകത്തുള്ള മൈക്കൊക്കെയാണ് ഇപ്പോൾ നോക്കി നടക്കുന്നത്. ഒരു 40,000 അകത്തുള്ള ഒരു നല്ല മൈക്ക് കിട്ടണമെങ്കിൽ അപ്പോൾ ലുലുമാളിലത്തെ വ്ളോഗിന് അടുത്ത വ്ളോഗിൽ നമ്മൾ നീയൊക്കെ എടുത്തിട്ട് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ കൊറേ നേരം നിന്നു. ഇപ്പൊ സൂര്യനൊക്കെ അസ്തമിക്കാറായി. ഇപ്പൊ നമ്മൾ നേരെ വേറൊരു സ്ഥലത്തോട്ട് നീ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് സൂര്യനൊക്കെ അസ്തമിച്ചൊന്ന് ഇരുട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പ്, നല്ല മഴക്കോളൊക്കെ ഉണ്ട്. നോക്കി തന്നെ കാണാം. മഴക്കോളുണ്ട്, നല്ല അത്യാവശ്യം രീതിയിൽ മഴക്കോളൊക്കെ ഉണ്ട്. മഴ പെയ്യാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അങ്ങോട്ട് പോകാവൂ. ആര് പറഞ്ഞു? മാമൻ പറഞ്ഞു. ചീര പറിക്കാൻ പോയതാണോ? നടക്കുന്നു.
പുഞ്ചക്കരി കായലിലോട്ടാണ് പോകുന്നത്, വേറെ ഒന്നുമില്ല. ഇതാണ് അതാണ് കായൽ. ഇതാണ് കായൽ. കൂടെ കാണിച്ചു തരാം. അടുത്തെത്തിയിട്ട് നമുക്ക് കാണാം അല്ലേ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? വൈബാണോ? ആ കൊള്ളാം. വേറെ എന്തൊക്കെയുണ്ട് പറയാൻ? കവർ ഇങ്ങനെ കെട്ടി വെച്ചാൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊക്കാണ്. എന്നിട്ട് ഒരു മാമനാണെങ്കിൽ ഒരു കൊച്ച്, ആ മാമന്റെ കൊച്ചിന് കൊക്കെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത സാധനമാണത്. കവർ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതെ, നമ്മളെ കണ്ണിൽ കാണാൻ പറ്റുന്നില്ല. ഫസ്റ്റ് വ്ലോഗാണ്, എന്തെങ്കിലും പോരായ്മകളെ കൊണ്ട് ക്ഷമിച്ചു തരണം അല്ലേ നീ? യെസ് യെസ്. നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചപ്പോ നടക്കാൻ വയ്യ. ഈ പ്ലാസ്റ്റിക് കവർ കണ്ടിട്ടാണ് കേസ് അവര് കുക്കെന്ന് പറഞ്ഞൊക്കെ തോന്നും. നമ്മളിനി അങ്ങോട്ടൊന്നും പോകണില്ല. കുറെ നടക്കണം. നേരെ കാറിലോട്ട് പോട്ടെ. ബാക്കി വിശേഷങ്ങൾ കാറിൽ ചെന്നിട്ടാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ബീച്ചിൽ ഒന്ന് ചിന്തടിച്ചിരിക്കുകയാണ്. കോള ബീച്ചിലൊക്കെ പോയി ഞങ്ങൾ പണ്ട് കുറേ നാൾക്ക് മുന്നേ വന്നാൽ കേസൊക്കെ കുറേ വർഷങ്ങളായി വന്നിട്ട്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം പുറത്തുള്ളത് കൊള്ളാം. ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും വരുന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് കുറച്ച് നേരെ അവിടെ കുറേ പുഞ്ചക്കരിയിലെ കുറച്ച് ചീര അങ്ങനത്തെ പുഞ്ചക്കരിയിൽ സാധനങ്ങളൊക്കെ, ചീര സാധനങ്ങളൊക്കെ നമ്മൾ നേരെ വാങ്ങിച്ചു. നേരെ താഴോട്ട് കയറി നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഇവിടെ പിള്ളേരൊക്കെ ഒന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. രക്ഷയില്ല, എല്ലാവരും ഇവിടെ ഉണ്ട്. അനിയ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓക്കെ ഗൈസ്. അപ്പം നല്ല വലിപ്പമാണ് തോന്നുന്നു. ഓക്കെ ശരി ഗൈസ്, പറഞ്ഞോ. ഇരിക്കുകയാണ്. നമ്മളെ കൂടെ ഒരു കോച്ച് ഫുട്ബോളൊക്കെ കളിക്കാൻ വന്നു. കളിച്ച് നമ്മളല്ല നമ്മളെന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആൾക്കാർ അവരുണ്ടായിരുന്ന ഇല്ലല്ല. ഞങ്ങൾ അപ്പോൾ ഫുട്ബോളൊക്കെ കളിച്ച് അവിടെ ഇരിക്കുകയാണ്. അത് തന്നെ, ഈ വ്ളോഗ് മുന്നോട്ട് പോണത് ഞാൻ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് ചെയ്യേണ്ടതാണ്. ഇവിടെ മുച്ചുണ്ട്, വാപ്പച്ചുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോപ്പ് ചെയ്യാൻ വിളിച്ചു. നമ്മളെ മൈക്കൊക്കെ ഒന്ന് നോക്കണം. മൈക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നലെ നമ്മൾ വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ ഇപ്പോൾ ഔട്ട്ഡോർ എടുക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ്. പിറ്റേ കുറച്ച് ദിവസം കേസ് എടുത്തിട്ട് മറ്റേ വ്ളോഗ്. ഓക്കെ, അപ്പോൾ കേസ് ഇപ്പോൾ ഔട്ട്ഡോർ എടുക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും കേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കാണും. അതിലേക്ക് ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞങ്ങളെന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഗുഡ് ബൈ. ഓക്കെ, അപ്പോൾ ഇനി ഒരു കിടിലം വ്ളോഗായിട്ട് കാണാം. വ്ളോഗും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്.